ചാക്കോ, ഇവനെ നമുക്ക് ശരിപ്പെടുത്തണം. കളറ നിന്നെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ചാക്കോ, ഞാൻ ഇൻസ്പെക്ടർ വേണുവാണ്. വേണമെന്നല്ല നീ ഇറങ്ങോട്ട്. നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അതൊക്കെ പോലീസ് ഞങ്ങളെ പറ്റിക്കാവുന്ന ചാക്കോ, ഞാൻ സബ് ഇൻസ്പെക്ടർ വേണുവാണെന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം നിന്റെ മനസ്സിലിരിക്കട്ടെ. ഇവയൊന്നും ചാക്കോട്ട് എടുക്കട്ടെ കേട്ടോ. എടോ, ഞാൻ ആമാറാട്ടക്കാരനല്ല. എനിക്ക് വിശ്വാസമില്ലല്ലേ? നീ കറനാണ്. തെളിവ് വേണമായിരിക്കും. ശരി, എന്നാ കേട്ടോ. ഇന്ന് അവധിക്ക് വെച്ചിരുന്ന ക്രൈം നമ്പർ 52, 67 ഫയൽ എടുത്തോളൂ. പിന്നെ 32 ഫയലിൽ ഞാൻ നോട്ടിട്ടിട്ടുണ്ട്, അതെടുക്കും. പിന്നെ B32 സാക്ഷികൾ ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അവരവിടെ? 52, 67 ഫയൽ. 32, 62. നോക്ക്, എന്റെ കേഷൻ തന്നെ. ക്ഷമിക്കണം, ഇടിയൊരവസ്ഥ പറ്റിയതാണ്. പോട്ടെ, സാരമില്ല. നമുക്ക് ഉടനെ ഒരു ജീപ്പ് തയ്യാറാക്കണം. ഇന്ന് എങ്ങനെയെങ്കിലും അവിടെ പിടികൂടണം. അന്തപ്പാ, അന്തപ്പാ, പോയി, എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. വേണുവേട്ട, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? നിന്റെ വേണുവേട്ട പറയാൻ പറ്റി, ഞാൻ എല്ലാം പറയാം. എടുക്കടി ആഭരണങ്ങളെല്ലാം എടുക്ക്. വേണുവേട്ട, ഇതെല്ലാം എന്തിനാ? എന്തിനാണെന്ന് പറയാതെ ആഭരണങ്ങൾ തരില്ല അല്ലേടി? തന്നില്ലെങ്കിൽ ഞാനിപ്പോ വലിച്ചു പൊട്ടിക്കും. എടുക്ക്, എടുക്കടി. ശബ്ദിച്ചു പോയി. ഇവിടെ നിർത്തി ചാടിയാൽ നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നുകളി. ചാക്കോ, ഉത്തരവ് വയ്ക്കൂ വിലങ്ങ്. ന്യൂട്രായി. എടാ, നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ കാത്തിരിക്കായിരുന്നു. ഇപ്പോഴാണ് കൈ കിട്ടിയത്. റാസ്കൽ. നടക്ക് സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിൽ ചെല്ലട്ടാ.
ഇങ്ങോട്ട് മാറി നിക്കടാ. ഇവൻ ആരാണെന്ന് അറിയാമോ അച്ഛന്? ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ വേണു. ഇവൻ നിന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ. ഒരച്ഛന്റെ മക്കൾ ചിലപ്പോൾ ഒരുപോലെ ഇരിക്കും. അതിൽ അത്ഭുതപ്പെടുന്ന എന്തിന്? ഒരച്ഛന്റെ 2 മക്കൾ ഇല്ലെങ്കിൽ 2 മക്കളുടെ ഒരു അച്ഛൻ എന്ന് കണക്കാക്കിയാലും മതി. വേണു, ഇവൻ കള്ളനാണ്. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ശരിയാണ്, വഞ്ചകനായ ഒരു അച്ഛന്റെ കള്ളനായ മകനാണെങ്കിൽ. എന്നാലും വഞ്ചകനേക്കാൾ ഭേദം കള്ളനാണ്. എടാ, എന്റെ വേഷവും കെട്ടി നടന്ന് എന്റെ വീട്ടിൽ നിന്ന് പണവും മോഷ്ടിച്ചുകൊണ്ട് നടന്ന നീ ഇപ്പൊ മാന്യനാകാൻ ശ്രമിക്കുകയാണ് അല്ലേ? എടാ, എനിക്ക് കൂടി അവകാശപ്പെട്ട പണം ഞാൻ പിടിച്ചു വാങ്ങും. അത് മോഷണമായാലും മറ്റെന്തായാലും ശരി, എനിക്കത് പ്രശ്നമേ അല്ല. നിനക്ക് കൂടി അവകാശപ്പെട്ട പണം നിന്റെ തന്ത കൊണ്ടൊന്ന് എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്നോടാ. അങ്ങനെ ചോദിക്കു വേണു. എന്താ സംശയം? എടാ, സത്യം പറയണം, നീ ആര്? ഞാൻ ആരെന്ന് നിനക്കും നിന്റെ തന്തയ്ക്കും അറിയില്ല. നീയോ? എന്നെ അടിച്ചവരെ ഒന്നും ഞാൻ തിരിച്ചടിക്കാതെ വിട്ടിട്ടില്ല. നീ ഇൻസ്പെക്ടറാണ്, പോരെങ്കിൽ എന്റെ അനുജനും. എന്നാലും നിനക്കും ഇരിക്കട്ടെ ഒന്ന്. നിങ്ങൾ എന്നെ കൊല്ലുമായിരിക്കും, കൊന്നുകൊള്ളും, സാരമില്ല. നിങ്ങൾ മാറി നിൽക്ക്, ഞാൻ ചോദിച്ചു കൊള്ളാം. ഉത്തരവ്. ഒരച്ഛന്റെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളാണിവ. പരസ്പരം അറിയാത്ത മക്കൾ തമ്മിൽ അടിപിടി കൂടുന്നു. അച്ഛൻ കാഴ്ചക്കാരനായി നോക്കി നിൽക്കുന്നു. നന്നായിരിക്കുന്നു അച്ഛാ, നന്നായിരിക്കുന്നു. ഞാൻ നിന്റെ അച്ഛനാണോടാ? കള്ള. ചില മൃഗങ്ങൾ പോലും ചിലപ്പോഴൊക്കെ സ്വന്തം മക്കളെ തിരിച്ചറിയാറുണ്ട്. അതിനുപോലും കഴിയാത്ത നിങ്ങൾ ഒരച്ഛനാണത്രേ, അച്ഛൻ. ഇവൻ പറയുന്നതിന്റെ അർത്ഥം എനിക്കറിഞ്ഞൂടായേ മോനെ. ഞാൻ പറഞ്ഞു തരാം. ഞാൻ നിന്റെ ചേട്ടനാണ്. നമ്മൾ 2 പേരും ഒരച്ഛന്റെ മക്കളാണ്. കള്ളൻ, കള്ളൻ, നുണ പറയുന്നു. എനിക്ക് എന്റെ മകനായിട്ട് എന്റെ വേണു മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ലല്ലോടാ ഭയങ്കര. ശരി, ഒരു മാധവിയെ നിങ്ങൾ അറിയും. നിങ്ങളുടെ വീട്ടുവേലക്കാരിയായി നിന്ന ഒരു പാവപ്പെട്ട മാധവി. നിങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ച് വഞ്ചിച്ച് ഗർഭിണിയാക്കി ചവിട്ടി പുറന്തള്ളിയ മാധവി. ആ മാധവിയുടെ മകനാണ് ഞാൻ. എന്റെ പേര് കുട്ടപ്പൻ. ഇവ പറയുന്നത് എല്ലാം കള്ളമാ മോനെ. മാധവി അവൾ പണ്ടേ മരിച്ചുപോയി എന്ന് നിങ്ങൾ ആശ്വസിക്കുന്നു. നിങ്ങളെ മാത്രം വിശ്വസിച്ചു കഴിഞ്ഞ എന്റെ അമ്മയെ ഗർഭത്തിൽ കിടന്ന് എന്നെയും കൊന്നുകളയുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ റൗഡികളെ ഏൽപ്പിച്ചു. പക്ഷെ നിങ്ങളെക്കാൾ ദയവുള്ളവരായിരുന്നു ആ റൗഡികൾ. അതുകൊണ്ട് എന്റെ അമ്മ രക്ഷപ്പെട്ടു. അതിനുശേഷം നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷയായി എന്നെയും ഗർഭത്തിൽ ചുമന്നുകൊണ്ട് എന്റെ അമ്മ നാട് നീളെ തെണ്ടി നടന്നു. അവസാനം എന്റെ അമ്മ എന്നെ പ്രസവിച്ചു. ഈടെയാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളാണ് എന്റെ അച്ഛനെന്ന്. ഞാനിവിടെ വന്നത് തന്നെ നിങ്ങളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെയായിരുന്നു. പക്ഷേ ക്രൂരനായ നിങ്ങളുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചതെങ്കിലും സ്നേഹമയ്യായി എന്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളെ ഞാൻ കൊന്നില്ല. ഞാൻ എന്തൊക്കെയാണ് അച്ഛാ ഈ കേൾക്കുന്നത്? എനിക്കൊന്നും അറിയില്ല മോനെ. എനിക്ക് ഇങ്ങനൊരു മകനേ ഇല്ല. ഞാൻ ഇവനെ ഒട്ട് കണ്ടിട്ടുമില്ല മോനെ. സ്വന്തം മക്കളെ തള്ളിപ്പറയുന്ന പിതാവിനെ എന്ത് പേര് പറഞ്ഞു വിളിക്കണമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയായാലും നിങ്ങളൊരു പിതാവാണ്. പക്ഷെ മനുഷ്യനല്ല, മൃഗങ്ങൾക്കും പിതാവാകാൻ കഴിയും. ഈ കള്ളൻ എന്നെ അപമാനിക്കുന്നത് നീ നോക്കിക്കൊണ്ടിരിക്കുകയാണോ മോനെ? ഇവൻ എന്റെ ആരുമല്ലടാ. ശരി, ഞാൻ നിങ്ങളുടെ ആരെങ്കിലുമാണ്. അമ്മേ, അമ്മേ, നീ ശബ്ദിക്കരുത്. ഇങ്ങോട്ട് പോരതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണ്. നീ അത് കേട്ടില്ല. എന്നെ വിളിക്കാൻ പോലീസുകാർ വന്നപ്പോഴാണ് നീ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് ഞാൻ അറിയുന്നത്. നിന്റെ തെറ്റിന്റെ ശിക്ഷ നീ തന്നെ അനുഭവിക്കണം. എന്താ ഒന്നും പറയാത്തത്? എന്നെ പരിചയമില്ല. എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. മാധവി, നീ ഞാൻ മാധവിയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നു. എന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് നിങ്ങൾ എനിക്ക് തന്ന നിങ്ങളുടെ മകനാണ് ഈ നിൽക്കുന്നത്. ഞാൻ പ്രസവിച്ച നിങ്ങളുടെ മകനാണ് ഈ നിൽക്കുന്നത്. ഇവൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ അല്ലേ എന്ന് ഇനി പറയും. എന്തേ നിങ്ങൾ മിണ്ടുന്നില്ല? ഇവൻ നിങ്ങളുടെ മകനാണെന്ന് ഒരിക്കൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയിക്കൊള്ളാം. എനിക്ക് മറ്റൊന്നും വേണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ പറയൂ, ഒരൊറ്റ പ്രാവശ്യം ഒന്ന് പറയൂ, ഇവൻ നിങ്ങളുടെ മകനാണെന്ന്.
ഈ നിൽക്കുന്നത് എന്റെ ജ്യേഷ്ഠനാണോ വെച്ച? പറയൂ വെച്ച. അതെ മോനെ, അവൻ നിന്റെ ജ്യേഷ്ഠനാണ്. ഇങ്ങനെ ഒരു പരീക്ഷണം വേണ്ടായിരുന്നു വച്ച. എനിക്കിനി ഒന്നും കേൾക്കട്ടെ. ഞാൻ സന്തോഷത്തോടു കൂടി മരിച്ചുകൊള്ളു. എന്റെ മകനെ വേണമെങ്കിൽ നിങ്ങൾ കൊന്നുകൊള്ളു. എന്നാലും എനിക്ക് ദുഃഖമില്ല. എന്റെ മകൻ അച്ഛനുണ്ട്. എനിക്കത് മാത്രം മതി. അത് മാത്രം മതി. ചേട്ടാ, അനിയ, ചാക്കോ വിലങ്ങഴിക്ക്. ഉത്തരവ്. നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ്. ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു പുത്തൻ ഉയർനാട്ടിനേകിക്കൊണ്ടുയരും.